ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സാരി ഡിസ്പ്ലേസ് ആണ് കാണുന്നത്. പുതിയ പുതിയ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻസ് ആണ്. ഇതിനു മുമ്പ് കാണിക്കാത്ത ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. അപ്പം ഇന്ന് കാണുന്ന 2 സിൽക്കി കോട്ടയും 2 ചെക്ക് കോട്ടയും സാരീസ് ആണ്. അപ്പോൾ അതിലത്തെ ഡിസൈൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പുതിയ വെറൈറ്റി ഡിസൈൻസ് ആണ്. എല്ലാം ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഈ 4 സാരീസ് ഇന്ന് കാണിക്കുന്ന 4 സാരീസും റെഡി ഫോർ സെയിലാണ്. അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വിത്ത് ബ്ലൗസ് ഒന്നും ഇല്ലാത്തതാണ്. സാരി മാത്രമേ ഉള്ളൂ. എംബ്രോയിഡറി സാരീസ് മാത്രം. സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തതുകൊണ്ട് എന്നാൽ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് ചെയ്തേക്കുന്ന സാരീസും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ആദ്യത്തെ സാരിയുടെ കളർ പറയുകയാണെങ്കിൽ നല്ല ഡാർക്ക് ബേജ് സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ബേജ് എന്ന് പറഞ്ഞാൽ തീരെ ലൈറ്റ് അല്ല, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഗ്രേപ്പ് വൈൻ്റെ ഷെയ്ഡുള്ള ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ ഒരു വലിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ കളറ് ഗ്രേപ്പ് വൈൻ്റെ കളറാണ്. ഈ ഒരു ത്രെഡിന് നടുക്ക് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവർ തയ്ച്ചിരിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും. ലീവ്സ് കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. ലീവ്സും സ്റ്റെംസും അത് എല്ലാം ആങ്കർ ത്രെഡ് യൂസ് ചെയ്ത് കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം മുന്താണിയുടെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു 2 പൂവേ ഉള്ളൂ, പിന്നെ കുറച്ച് ഇലകളും ആയിട്ടാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡറിൽ ഇപ്പം മുന്താണിയിൽ കണ്ടോർത്ത് തന്നെ ഒരു വലിയ ഡിസൈനും ഒരു കുഞ്ഞു ഡിസൈനും പിന്നെ ഒരു വലിയ ഡിസൈനും ആയിട്ടാണ് നമ്മുടെ ചെസ്റ്റിൽ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സിൻ്റെ ഷോൾഡറിൻ്റെ അവിടുത്തെ ഫ്രണ്ട് പ്ലീറ്റിലുള്ള ഡിസൈനിങ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു വലുത് പിന്നെ ഒരു കുഞ്ഞത് പിന്നെ ഒരു വലുത് അങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കളർ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാരണം കുറച്ചേ ഉള്ളെങ്കിലും നല്ലോണം തെറിച്ച് നിൽക്കും. ഈ കളർ കോമ്പിനേഷൻ കാരണം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ത്രെഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ കളർ ആണെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 1600 ആണ്. ഇതിൻ്റെ റേറ്റ് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് വലിയ ഫ്ലവേഴ്സ് 2 ചെസ്റ്റ് പോർഷനിലും 1 മുന്താണിയിലും പിന്നെ 1 റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ്. കുഞ്ഞു ഫ്ലവേഴ്സ് 2 ഉള്ളത്. ഒന്ന് ഫ്രണ്ടിൽ ചെസ്റ്റ് പോർഷനിൽ 1 പിന്നെ റണ്ണിങ് പോർഷനിൽ 1 അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ലെങ്ത് ഒരേ സാരീനെ പറ്റി ഞാൻ കളറും പറയുന്നുണ്ട്, എത്ര ഡിസൈൻസ് വരുന്നുണ്ട്, റേറ്റ് എല്ലാം കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം. അടുത്തത് ഒരു വൈറ്റ് സിൽക്കി കോട്ട മെറ്റീരിയൽ ആണ്. അതിൻ്റെ അകത്ത് ഷാഡോ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ലാവൻഡർ ഷെയ്ഡ് ഷാഡോ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണിയിൽ വരുന്നത്. മുന്താണിയുടെ ഒരു സൈഡിലേ വർക്കുള്ളൂ. ഇത് ഒരു ഡിസൈൻ. ഇങ്ങനെയാണ് മുന്താണിയുടെ താഴെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. താഴെ 3 ഫ്ലവർ വലിയ ഫ്ലവറും 2 കുഞ്ഞു ഫ്ലവറും ആയിട്ടാണ് മുന്താണിയിലിരിക്കണമെങ്കിൽ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഡിസൈൻ ഒരു ഫ്ലവറും ഒരു കുഞ്ഞു ഫ്ലവറും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒത്തിരി അട്രാക്ഷൻ തോന്നുന്നത് തന്നെ ഈ കളർ കോമ്പിനേഷൻ ആണ്. ഈ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും യെല്ലോയും ഒലീവ് ഗ്രീൻ ത്രെഡ് വെച്ചിട്ടാണ് ലീഫും സ്റ്റെമ്മും തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ഒരു എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നല്ലൊരു ഷാഡോ വർക്കാണ്. ഓരോ പെറ്റൽസിൻ്റെ ഇടയിൽ കൂടെ സ്റ്റെം സ്റ്റിച്ചും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ പാർട്ടീഷൻ ഇത് കാണിക്കാനായിട്ട് ഇവിടെ യെല്ലോ കളർ ത്രെഡ് വെച്ച് ഫ്രഞ്ച് നോട്ടാണ്. മേളിലും ഇതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ഫ്ലവർ തയ്ച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഫ്രണ്ടിലാണ്, ഇത് റണ്ണിങ് പോർഷനിലാണ്.
ഫ്രണ്ടിൽ ഇതുപോലത്തെ 3 ഡിസൈൻ ആണ് ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ട് ഫേസ് ചെയ്തത്. ഇപ്പോൾ ഒരെണ്ണം അങ്ങോട്ടാ ഫേസ് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലവർ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് ഒന്ന് അങ്ങോട്ടേക്ക്, അങ്ങനെ 3 ഫ്ലവർ ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ഫ്ലവർ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ സമയം കുറച്ചും കൂടെ കൂടുതൽ എടുക്കും തയ്ച്ച് തീർക്കാനായിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ലാവൻഡർ ഷെയ്ഡ് 2x2 ബ്ലൗസ് പീസ് ഇടുവായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വൈറ്റ് ഇടുന്നേക്കാളും കുറച്ചും കൂടെ നല്ലത് ലാവൻഡർ ഷെയ്ഡ് 2x2 ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ സാരിയുടെ റേറ്റ് 1700 ആണ്. ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ കുഞ്ഞു ഫ്ലവേഴ്സ് 5 എണ്ണവും സിംഗിൾ ഫ്ലവർ ആയിട്ടുള്ളത് 5 എണ്ണം, 3 എണ്ണം ചെസ്റ്റ് പോർഷനിൽ, ഒരെണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ, ഒരെണ്ണം റണ്ണിങ് പോർഷനിൽ, അങ്ങനെ 5 കുഞ്ഞു ഫ്ലവറും ഒരു വലിയ ഫ്ലവർ മുന്താണിയിലുമാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ ചെക്കോട്ട സാരിയാണ് കാണാൻ പോണത്. ഇതിന് മുമ്പ് കാണാത്ത ഒരു കളറാണ് ചെക്കോട്ട. ബ്ലാക്ക് ചെക്കോട്ടയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടില്ല ബ്ലാക്ക് കളർ. അപ്പോൾ ഈ ബ്ലാക്ക് കളർ ചെക്കോട്ടയിൽ നമ്മൾ സ്പൈഡർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ സ്പൈഡർ വർക്ക് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് പിങ്കും വൈറ്റും ബേബി പിങ്കും പിന്നെ കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് പിങ്കും ആയിട്ടുള്ള ത്രെഡാണ്. ഇത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഫ്ലവേഴ്സ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. സ്റ്റെംസും ലീവ്സും ഒക്കെ തയ്ച്ചു വെക്കുന്നത് കോട്ടൺ ത്രെഡും യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ മുന്താണിയിൽ ഒരു ഡിസൈൻ ഇങ്ങനെ നീളത്തിൽ വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ്റെ ലെങ്ത് പറയുകയാണെങ്കിൽ 8 ഇഞ്ചാണ് ഈ ഒരു ഡിസൈൻ്റെ ലെങ്ത് വരുന്നത്. 8 ഇഞ്ചിൻ്റെ ഒരു ഡിസൈൻ മുന്താണിയിൽ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ സിംഗിൾ ആയിട്ടുള്ള ഓരോരോ ഫ്ലവർ 2 എണ്ണം കൊടുത്തിട്ടുണ്ട് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ ഷോൾഡറിൻ്റെ അവിടെയാണ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെ ഓരോരോ ഇത് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ലീവ്സും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷോൾഡറിലോട്ട് വരുമ്പോഴാണ് 44 ഇഞ്ച് കഴിഞ്ഞിട്ട് ഷോൾഡറിൽ വരുമ്പോൾ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പം ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ എംബ്രോയ്ഡറി സാരി ഉടുക്കണം എന്നാൽ ബഡ്ജറ്റിൽ ഒതുങ്ങണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടും 2 രീതിയിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ അപ്പോൾ ഇതുപോലത്തെ 2 ഡിസൈനും, പല്ലുവിൽ ഒരു ഡിസൈനും, പിന്നെ റണ്ണിങ് പോർഷനിൽ 2 ഡിസൈനും. മൊത്തത്തിൽ ഈ സാരിയിൽ ഇത്രയേ ഉള്ളൂ ഡിസൈൻ. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഡിസൈനിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1200 ആണ് റേറ്റ്. അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റിൽ വരുന്നതാണ്. എംബ്രോയ്ഡറി ഉണ്ട് താനും എന്നാൽ വളരെ വില കുറഞ്ഞ ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. റേറ്റ് 1200 ആണ്. അപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സാരി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഏറ്റവും അവസാനത്തെ നമ്മുടെ ചെക്കോട്ട സാരിയുടെ കളറ് ലൈറ്റ് പീച്ച് കളർ അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു കളറാണ്. തീരെ ലൈറ്റ് ആണ്. അപ്പം അതിൻ്റെ അകത്ത് മുന്താണിയിൽ കുറച്ച് നല്ല ഹെവി വർക്കായിട്ടാണ് ഒരു വലിയ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് എല്ലാം 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഫിഷ് ബോൺ ആണ് തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് സ്റ്റെം സ്റ്റിച്ച് ആണ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് പെറ്റൽസ് എല്ലാം തയ്ച്ചിരിക്കുന്നത് മൾട്ടി ഷെയ്ഡ് ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഒരേ പെറ്റിലും ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. നടുക്ക് സാറ്റിൻ സ്റ്റിച്ചും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഡിസൈനാണ്. ഓൾമോസ്റ്റ് 10 ഇഞ്ചിൻ്റെ മേളിലുള്ള ലെങ്ത് ഉള്ള ഒരു ഡിസൈനാണ് ഇത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ പല്ലുവിൻ്റെ ഒരു സൈഡിൽ, പല്ലുവിൻ്റെ മറ്റേ സൈഡിൽ ഒരു കുഞ്ഞ് ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പല്ലുവിൻ്റെ മറ്റേ സൈഡ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഡിസൈനിങ് റണ്ണിങ് പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ റണ്ണിങ് പോർഷനിൽ വരുന്നത്. അതുപോലത്തെ നമ്മുടെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ കൊടുത്തത് തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ ഷോൾഡറിൽ വരുമ്പോൾ ആ വലിയ ഡിസൈൻ തന്നെ നമ്മൾ മുന്താണിയിൽ കണ്ട ആ സെയിം ഡിസൈൻ തന്നെയാണ് ഷോൾഡറിൻ്റെ ഇവിടെ ആദ്യത്തെ ഒരു ഫ്ലവർ വരുന്നത്. ഒരു വലിയ ഫ്ലവർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്
പിന്നെ ഒരു കുഞ്ഞു ഫ്ലവറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ ഒരു വലിയ ഫ്ലവറും ഒരു കുഞ്ഞു ഫ്ലവറുമാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ അല്ല, ഈ ഒരു പോർഷനിൽ ഇതുപോലത്തെ ഒരു വലിയൊരു ഡിസൈൻ തന്നെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 വലിയ ഡിസൈനും ഇതുപോലത്തെ 3 കുഞ്ഞു ഡിസൈനുമാണ്. ഒന്ന് മുന്താണിയുടെ അപ്പറെ, ഒന്ന് ഫ്രണ്ടിൽ, ഒന്ന് റണ്ണിങ് പോർഷനിൽ. അങ്ങനെ 3 കുഞ്ഞു ഡിസൈനുമാണ് നമ്മൾ ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുക. എന്ന് വെച്ചാൽ ഓരോ പെറ്റിലും ഇതിൻ്റെ അകത്ത് ഒരു പെറ്റലിൽ തന്നെ 4ഉം 5ഉം വട്ടം ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ലെങ്ത് വൈസ് തയ്ച്ചാലാണ് ഈ ഒരു പെറ്റിൽ ഫില്ലാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് തയ്ക്കേണ്ട ഒരു ഡിസൈനിങ് ആണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2150 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഡിസൈൻസിൻ്റെ നമ്പേഴ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ സാരിയുടെ റേറ്റ്, കളേഴ്സ് ചിലപ്പോൾ വീഡിയോയിൽ കണ്ടതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് ഉണ്ടാകും. പക്ക ആ വീഡിയോ കാണുന്ന കളേഴ്സ് തന്നെ ആവണമെന്നില്ല. അപ്പം അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കളേഴ്സ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.